കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഇന്ത്യയിലുടനീളം റോഡിൻ്റെ സൈഡിൽ വെറുതെ കിടന്ന് മറ്റുള്ളവർക്ക് പണിമുടക്കുണ്ടാക്കുന്നത് നിങ്ങളെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത് നമ്മുടെ പഴയ ടെലഫോൺ പോസ്റ്റിനെ കുറിച്ചാണ്. നിങ്ങളുടെ വീടിനടുത്തോ റോട്ടിലോ നിങ്ങൾ പോകുന്ന എവിടെ ചെന്നാലും, ഇന്ത്യയിൽ എവിടെ ചെന്നാലും നമുക്ക് റോഡിൻ്റെ സൈഡിൽ പഴയ ടെലഫോൺ പോസ്റ്റ് കാണാൻ കഴിയും. ഇപ്പോൾ ലാൻഡ് ലൈൻ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, ഉള്ളത് തന്നെ കേബിൾ വഴിയാണ് പോകുന്നത്. ഈ ടെലിഫോൺ പോസ്റ്റ് വെറുതെ പണിമുടക്കായിട്ട് നിൽക്കുകയാണ്. ഓരോ പോസ്റ്റിനും നല്ല വില വരുന്നതുമാണ്. പലപ്പോഴും റോഡ് വികസിപ്പിക്കുമ്പം തടസ്സമായിട്ട് നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ടെലിഫോൺ പോസ്റ്റാണ്. ചിലയിടത്തൊക്കെ ഓട രണ്ട് സൈഡും വാർത്ത് വന്നിട്ട് കഴിയുമ്പം അതിന് നടുക്ക് ഈ ടെലിഫോൺ പോസ്റ്റ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് മിക്ക സ്ഥലത്തും കാണും. അതൊന്ന് പറിച്ച് മാറ്റി വയ്ക്കാൻ പോലും നിയമം അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ടെലിഫോൺ പോസ്റ്റ് ലേലം ചെയ്ത് വിൽക്കുകയോ തൂക്കി വിൽക്കുകയോ എന്തെങ്കിലും സർക്കാർ ക്രമീകരണം ചെയ്താൽ കോടിക്കണക്കിന് രൂപ സർക്കാരിന് വരുമാനമുണ്ടാകും. കോടിക്കണക്കിന് രൂപ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ പ്രദേശത്ത് എത്ര ടെലിഫോൺ പോസ്റ്റ് റോഡിന് നടുക്ക് നിൽപ്പുണ്ട് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. തീർച്ചയായിട്ടും വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത് നമുക്കൊന്ന് തൊടാനുള്ള നിയമമുണ്ടോ? ഇല്ല. ഒരു ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞാൽ, എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ ഒരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹം കടയിൽ നിന്ന് ടെലിഫോൺ പോസ്റ്റിന് അതുപോലത്തെ ഒരു പോസ്റ്റ്, നമ്മുടെ സാധാരണ ടെലിഫോൺ പോസ്റ്റ് പോലത്തെ ഒരു പോസ്റ്റ് കടയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി, ബില്ല് സഹിതം വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ഒരു പെട്ടി വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ ഇത് കയറ്റിക്കൊണ്ട് പോയി ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ 2 പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന് വിളി വന്നു. ഒന്ന്, ഒരു P&D ജീവനക്കാരൻ ഈ ഒരു പോസ്റ്റ് കൊണ്ടുപോകുന്നത് കണ്ട് ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാരനായിരുന്നു അദ്ദേഹം. പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു, ഞങ്ങളുടെ ടെലിഫോൺ പോസ്റ്റ് ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ഒന്ന് പോലീസുകാർ തന്നെ കണ്ടതാണ്. ഈ രണ്ടിടത്തും പോയി അവസാനം കടയിൽ നിന്ന് ബില്ല് മേടിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഈ പോസ്റ്റ് പൊതുജനങ്ങൾക്ക് ശല്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനാർക്കും ഒരു വിഷമവുമില്ല. സർക്കാരിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ടെലിഫോൺ പോസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. ഇവിടെ ആവശ്യത്തിന് ഫണ്ട് ഉപയോഗിക്കാനില്ല. ഇപ്പോഴും നമ്മളൊരു BSNL എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു സിം ഉപയോഗിക്കുന്ന, ഞാനൊക്കെ BSNL ഇറങ്ങിയപ്പോൾ എടുത്തൊരു സിം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ഞാനും വൈഫും ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപയോഗിക്കണമെങ്കിൽ മറ്റ് പ്രൈവറ്റ് കമ്പനികളുടെ സിം വേണം. നമുക്ക് ഡാറ്റ അയക്കുന്ന നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ. എങ്കിൽ പോലും നമ്മളൊരു പാരമ്പര്യം എന്ന അടിസ്ഥാനത്തിൽ BSNL ഉപയോഗിക്കുക. BSNLന് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഫണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. എത്ര നിങ്ങളൊന്ന് ഒരു 10 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്ര ടെലിഫോൺ പോസ്റ്റാണ് വെറുതെ നിൽക്കുന്നത് നോക്കിയേ. കേബിളുകാരും പരസ്യക്കാരും ഒക്കെ പരസ്യം തൂക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ, ഈ റോഡ് സൈഡിൽ പൊതുജനങ്ങൾക്ക് ശല്യമായിട്ട് നിൽക്കുന്ന ഈ ടെലിഫോൺ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റുന്നതിനും വിറ്റ് കാശാക്കി ജനങ്ങൾക്ക് വേണ്ടി വിടാനും ഉപയോഗിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ട്, ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സംഗതി തന്നെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ, ചാനലുകൾ, പത്രങ്ങളൊക്കെ ഇവർ കാണുന്ന, പക്ഷേ ഇവരാരും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നി
ഇതൊന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് വിചാരിച്ചു. ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ ചാനൽ തന്നെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, ഇതുപോലെ ആളുകളുടെ ശ്രദ്ധയിൽ സാധാരണ വരാത്ത ആളുകൾ മറ്റ് മാധ്യമങ്ങളെടുത്ത് പറയാത്ത കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പൊതുജനങ്ങളിൽ എത്തിക്കുന്നത്. ഇതൊരു കോമഡി ചാനലോ വിനോദ ചാനലോ ഒന്നും അല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അത് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അനേക കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.